ഹലോ ഗൈസ്, ഒരു കഥ ചൊല്ലട്ടുമോ? വേറെ ഒന്നല്ല, നമ്മുടെ നെക്സ്റ്റിന്റെ പിന്നാമ്പുറക്കഥ തന്നെയാക്കാം. ഒരിടത്തൊരിടത്ത് സജു എന്നും റെമി എന്നും പേരുള്ള രണ്ട് പെൺകുട്ടികൾ വളരെ യാദൃശ്ചികമായി കണ്ടുമുട്ടുകയും പിന്നെ ബെസ്റ്റിയായി പിന്നീട് ഒരു ജ്വല്ലറി ബ്രാൻഡിന്റെ ഫൗണ്ടേഴ്സായി മാറിയ ഒരു കഥ. എങ്ങനെയുണ്ട്? ഒരേ ബിൽഡിങ്ങിൽ ഒരേ ഫ്ലോറിൽ ഒരു 1.5 മാസം കഴിഞ്ഞ് അവർ തമ്മിൽ അവിചാരിതമായി കണ്ടുമുട്ടുന്നു. ആര്? നമ്മുടെ രണ്ട് പെൺകുട്ടികളെ. പിന്നീട് ഒരേ നാട്ടുകാരാണെന്ന് അറിയുന്നു, അടുക്കുന്നു, കൂട്ടാകുന്നു. കഥം. നാളുകൾ കഴിയുന്തോറും ഓരോ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും ഇവക്ക് അവളും അവൾക്ക് ഇവളും താങ്ങായിക്കൊണ്ടിരുന്നു. ഒടുക്കം അവർ ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്ക് പാർട്ട്നേഴ്സ് ആയിക്കൂടാ? ഐ മീൻ ബിസിനസ് പാർട്ട്നേഴ്സേ, അതായത് നമ്മുടെ നെക്സ്റ്റിന്റെ രസ. അങ്ങനെ ഞങ്ങളുടെ ബിസിനസ് പ്ലാനിങ് വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരുന്നു. പ്ലാനിങ്ങിൽ ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് ഏത് ബിസിനസ് തിരഞ്ഞെടുക്കണമെന്നാണ്. ആദ്യം ഞങ്ങൾ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ ബഡ്ജറ്റ് വേണമെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ നേരെ അടുത്ത ഓപ്ഷനായ ജ്വല്ലറി ബ്രാൻഡിലേക്ക് തിരിഞ്ഞു. അങ്ങനെ അത് ഉറപ്പിച്ചു, ജ്വല്ലറി ബ്രാൻഡ്. ഇനി അടുത്ത ടാസ്ക്, ബ്രാൻഡ് നെയിം. അതിനി എങ്ങനെ എന്നാലോചിച്ച് ഗൂഗിളിനോടും ChatGPTയോടും ഒക്കെ ചോദിച്ചു. പക്ഷെ ഒന്നും നമുക്ക് അങ്ങോട്ട് സെറ്റായില്ല. ഞങ്ങളുടെ മൈൻഡിൽ നല്ലൊരു മീനിങ് നൽകുന്ന ഒരു നെയിം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ നെയിമിന് മലയാളം അറബിക് ടച്ച് കൂടി വന്നാൽ ഞങ്ങൾ വളരെ ഹാപ്പി. അങ്ങനെ അവസാനം നമുക്കും ഒരു നെയിം സെറ്റായി. അതാണ് നമ്മുടെ നെക്സ്റ്റ്. നെക്സ്റ്റിന്റെ അർത്ഥം ഡിസൈൻ എന്നാണ്. സോ നെക്സ്റ്റ് ബൈ റസ എന്നാൽ ഡിസൈൻ ബൈ റസ. അങ്ങനെ പേരിടൽ ചടങ്ങ് കഴിഞ്ഞതോടുകൂടി നമുക്ക് നല്ലൊരു ലോഗോ കൂടി വേണ്ടേ? അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാൻവ അതും അങ്ങോട്ട് സെറ്റാക്കി. അങ്ങനെ ഈ പണികളൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നു. ഇനി അടുത്ത ഒരു ടാസ്ക്, അതൊരു 1.5 ടാസ്ക് ആണ്. സപ്ലയേഴ്സ് 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 സപ്ലയേഴ്സ്. കുറെ ഓൺലൈൻ സെർച്ച് ചെയ്ത് നോക്കി കഷ്ടപ്പെട്ടു ഒരു ടീം. അതും ഞങ്ങളുടെ കണ്ടീഷനുമായി അവരും അവരുടെ കണ്ടീഷനുമായി ഞങ്ങളും ഓക്കെ ആയി. ഡീൽ. പിന്നീട് ആ കൊറിയറിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് കാലം. അതിനിടയിൽ ഞങ്ങൾ മീശോയിലൂടെ കുറച്ച് പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഓർഡർ ചെയ്തു. അതിനും വേണ്ടിയുള്ള കാത്തിരിപ്പ് വീണ്ടും. കാത്തിരുന്ന് ഒടുക്കം പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ടെന്ന് പ്രൊഫഷണൽ കൊറിയറിൽ നിന്ന് കോള് വന്ന് സൂപ്പർ എക്സൈറ്റഡ്. അങ്ങനെ അതൊക്കെ പോയി കളക്ട് ചെയ്ത് വീട്ടിലെത്തി പാക്കേജ് ഒക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കി. നോ ഡാമേജ് ഐറ്റംസ്. വീണ്ടും സന്തോഷം. അങ്ങനെ ഓർഡർ ചെയ്യലും കൊറിയർ കിട്ടലും സന്തോഷിക്കലും, വീണ്ടും ഓർഡർ ചെയ്യലും കൊറിയർ കിട്ടലും സന്തോഷിക്കലും ഒക്കെ ആയിട്ട് ദിവസങ്ങൾ അങ്ങോട്ട് കടന്നുപോയി. അറ്റ് ലാസ്റ്റ് നവംബർ 23 വന്നു, നമ്മുടെ നെക്സ്റ്റിന്റെ ഗ്രാൻഡ് ലോഞ്ചിങ്. വളരെ നല്ല രീതിയിൽ തന്നെ അതും അങ്ങനെ നടന്നു. പിന്നീട് ഒരു ചെറിയ ടീ പാർട്ടിയും ഒക്കെ വെച്ച് നമ്മുടെ ഈ കൊച്ചു സംരംഭത്തിന് അങ്ങനെ തുടക്കം കുറിച്ച്. പിന്നെ ഈ ഒരു സ്റ്റോറിക്ക് പിന്നിൽ വേറെ 3 പേര് കൂടി ഉണ്ട് കേട്ടോ. അത് മറ്റാരുമല്ല, ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു സംരംഭത്തിന് ഞങ്ങളോടൊപ്പം കട്ടക്ക് നിന്ന് സപ്പോർട്ട് തന്ന ഞങ്ങളുടെ ഹസ്ബൻഡ്സ്, പിന്നെ ഞങ്ങളുടെ അയബോച്ച്. അവരില്ലെങ്കിൽ ഞങ്ങളില്ല, ഈ നെക്സ്റ്റ് ഇല്ല. സോ ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രേ ആൻഡ് സപ്പോർട്ടാണ് വേണ്ടത്. അപ്പൊ അങ്ങനെയാ, തുടങ്ങിയല്ലേ?